ശബരിമല തീർത്ഥാടന കാലത്ത് തീർത്ഥാടകരുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായി മാറുകയാണ് എരുമേലി പമ്പ പാതയിൽ കണമല അട്ടിവളവ്. ഇവിടെ ഇന്ന് ഈ കണ്ട ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രാഷ് ബാരിയറുകൾ സേഫായിട്ടല്ല വെച്ചിരിക്കുന്നത്. തട്ടിക്കൂട്ട് പരിപാടിയാണ് നടത്തിയിരിക്കുന്നത്. വെറുതെ രണ്ട് കല്ല് മാത്രം ഒരു താങ്ങായിട്ട് വെച്ചുകൊണ്ട് ഈ ക്രാഷ് ബാരിയർ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ഈ വളവുകൾ ഒഴിവാക്കി ഈ റോഡിന്റെ നിർമ്മാണമാണ് ഇതിന് ശാശ്വതമായ പരിഹാരം. 1 ലക്ഷം രൂപ അനുവദിച്ച പ്രോജക്റ്റിന് 10,000 പോലും ആ പദ്ധതിക്ക് നടപ്പിലാകുന്നില്ല. ബാക്കി ആവിയായി പോവാം. തുടർച്ചയായ അപകടത്തെ തുടർന്നാണ് സമാന്തരപാത നിർമ്മിച്ചത്. പക്ഷേ കാര്യമായ യാതൊരു പ്രയോജനവുമില്ല. ഇതിനേക്കാൾ വലിയ അപകടവും വളവുകളും മറ്റുമാണ് ഈ സമാന്തരപാത ഉണ്ടായത്. ശബരിമല തീർത്ഥാടന കാലത്ത് തീർത്ഥാടകരുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായി മാറുകയാണ് എരുമേലി പമ്പ പാതയിൽ കണമല അട്ടിവളവ്. മുൻകാലങ്ങളിൽ 3 അപകടങ്ങളിലായി 36ഓളം തീർത്ഥാടകരാണ് ഇവിടെ മരിച്ചത്. ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് പലപ്പോഴും അപകടത്തിന് കാരണമായിരിക്കുന്നത്. 1 കിലോമീറ്റർ അധികം ദൂരമാണ് ഇവിടെ കുത്തിറക്കമുള്ളത്. കുത്തിറക്കവും ഒരു വളവുമാണ് പലപ്പോഴും വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ കാരണമായിരിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ബസ്സുകളാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. ശബരിമല തീർത്ഥാടന കാലത്ത് വലിയ ബസ്സുകൾ ഇതുവഴി കടത്തി വിടാറില്ല. പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളിലായി മിനി ബസ്സാണ് അപകടത്തിൽപ്പെടുന്നത്. ഇന്ന് രാവിലെയും 32 സീറ്റുള്ള ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെടുകയായിരുന്നു. മുൻപ് റോഡ് സേഫ്റ്റി കമ്മീഷണറായിരുന്ന ബി സന്ധ്യ സന്ദർശനം നടത്തി ഇതുവഴി വലിയ വാഹനങ്ങൾ കടത്തിവിടരുത്, വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെയാണ് എന്ന് റിപ്പോർട്ടും നൽകിയിരിക്കുന്നതാണ്. ആ സാഹചര്യത്തിൽ ഈ കണമല പാതയ്ക്ക് സമാന്തരമായി 3-4 കിലോമീറ്ററോളം ദൂരം സമാന്തര പാതയും നിർമ്മിച്ചിരുന്നു. എന്നാൽ ഈ സമാന്തര പാത ഉദ്ഘാടനം നടന്ന അന്ന് തന്നെ ഉപയോഗശൂന്യമായി മാറി. ആ റോഡിനും അശാസ്ത്രീയമായ നിർമ്മാണമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. 7 കോടി രൂപ ചെലവഴിച്ച ആ റോഡ് ഇപ്പോഴും ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഫലത്തിൽ ശബരിമല തീർത്ഥാടകർക്കായി ലക്ഷക്കണക്കിന് രൂപ റോഡ് സേഫ്റ്റിക്കായി ചെലവഴിക്കുമെങ്കിലും ഇപ്പോഴും കണമല അട്ടിവളവിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരുമൊക്കെ ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കുകയാണ്. അവരുടെ വാക്കുകൾ കേൾക്കാം. അപ്പോൾ ഇവിടെ ഈ മണ്ഡല മകരവിളക്ക് സമയത്തായിരുന്നു നേരത്തെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ മാസവും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ എരുമേലി പഞ്ചായത്തിൽ ഈ അട്ടിവളവിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് ഈ കണ്ട ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രാഷ് ബാരിയറുകൾ സേഫായിട്ടല്ല വെച്ചിരിക്കുന്നത്. ചുമ്മാ ഈ ശബരിമല സീസൺ സമയത്ത് പറഞ്ഞാൽ തട്ടിക്കൂട്ട് പരിപാടിയാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജനങ്ങൾ പറയുന്ന ഈ ക്രാഷ് ബാരിയർ വെച്ച നേരത്തിന് നല്ല സേഫായ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരുന്നെങ്കിൽ അത് നല്ല രീതിയിൽ അപകടങ്ങൾ താങ്ങി നിർത്തുമായിരുന്നു എന്നുള്ളത്. എന്തായാലും ഈ വിവരം ഇപ്പം തന്നെ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റിയുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞങ്ങൾ പഞ്ചായത്തിൻ്റെയായ ഒരു തീരുമാനം നേതൃത്വത്തെ അറിയിക്കുന്നതാണ്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും. തൊട്ട് സമീപത്ത് തന്നെയുള്ള വാർഡംഗമാണ് ആദ്യം ഓടി വന്നിരുന്നത്. അതെ വന്നായിരുന്നു. ഇപ്രാവശ്യം ശബരിമല സീസൺ കാലത്ത് വലിയ അപകടം ഈ റൂട്ടിലുണ്ടായില്ല. എങ്കിലും എല്ലാ മാസവും അയ്യപ്പ ഭക്തർ ഈ പ്രദേശത്തൂടെ കടന്നു പോകുന്നതാണ്. പക്ഷേ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഈ പ്രദേശത്തില്ല. എല്ലാ മാസവും തന്നെ ഈ അയ്യപ്പ ഭക്തർ പോകുന്ന സമയത്ത് പോലീസും മറ്റു സംവിധാനങ്ങളും കുറച്ചുകൂടെ ഊർജിതമാകുകയാണെങ്കിൽ ഇത്ര അപകടങ്ങൾ ഉണ്ടാകില്ലെന്നാണ്. ഈ നാട്ടുകാരും വലിയ പ്രതിഷേധത്തിലാണ്. ഇവിടെ നിരന്തരമായ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കണമലയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത് തന്നെ ഇതിൻ്റെ ഒരു എന്നാ പറയുക അശാസ്ത്രീയമായിട്ടുണ്ടായ റോഡുകൾ വളവ് നൂർക്കാൻ സാധിച്ചില്ല. ഇനി ക്രാഷ് ബാരിയർ ഇപ്പം പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇത് ഉറപ്പിച്ചത് അതിൻ്റെ ആദ്യം ഈ ക്രാഷ് ബാരിയർ സ്ഥാപിച്ചത് അവർ 5 അടി താഴ്ചയിലെ കുഴിയെടുത്തു. എന്നിട്ട് 5 ചാക്ക് സിമെൻറ്റ് ഇട്ടാണ് അന്ന് ഉറപ്പിച്ചത്. ഇപ്പോൾ പഴയത് അവിടെ കിടപ്പുണ്ട്. അതൊന്ന് പറിക്കാൻ ഇപ്പം പറ്റും. ഈ പ്രാവശ്യം വെച്ചിരിക്കുന്നത് വെറും ബലമില്ലാതെ ദുർബലമായിട്ട് വെച്ചിരിക്കുന്നത് അതാണ്. അല്ലെങ്കിൽ ഈ നിരങ്ങി വന്ന ബസ് ഈ റോഡിൽ തന്നെ കിടന്നേനെ. അപ്പോൾ ഈ തൊട്ട് താഴെയായി ഒരു സമാന്തര പാത നിർമ്മിച്ചിരുന്നു അല്ലേ? ബൈപ്പാസ് റോഡുണ്ട്. അത് ഇപ്പം ഉപയോഗം നടക്കുന്നുണ്ട്. പിന്നെ അയ്യപ്പൻ വണ്ടിയിൽ പോകുന്നത്
കുറവാണ് പോകുന്നത്. വെറുതെ റോഡ് നിർമ്മിച്ച പോലെ ആയിപ്പോയി. ആന്നു അതൊരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു റോഡാണ്. ബൈപ്പാസ് റോഡ് 7 കോടി രൂപ മുടക്കി ഉണ്ടാക്കിയതാണ്. അതിപ്പോൾ ഒരു അപകട അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ആ മലവെള്ളപ്പാച്ചിൽ അതിൻ്റെ കുറേ ഇടിഞ്ഞു പോയി, ഇപ്പം നോക്കാൻ ആരുമില്ല, അങ്ങനെ കിടക്കുന്നു. അത്രയേ ഉള്ളൂ. ആ റോഡ് ശരിയായ ഒരു അലൈൻമെൻറ്റിൽ പണിയുവാണെങ്കിൽ ഈ അപകടം ഒഴുകാൻ എല്ലാം മാറ്റിയെടുക്കാവുന്നതാണ്. അപകടം ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ സംരക്ഷിക്കാൻ വേണ്ടി NH വിഭാഗം നടത്തിയിരിക്കുന്ന ക്രാഷ് ബാരിയർ നിർമ്മാണം ഇത് വളരെ അശാസ്ത്രീയമായ രീതിയിലാണ്. ഇതിനു മുമ്പൊക്കെ ഈ ക്രാഷ് ബാരിയർ ഇവിടെ ഫിറ്റ് ചെയ്യുമ്പോൾ ആവശ്യമായ രീതിയിൽ കോൺക്രീറ്റിംഗ് നടത്തി നല്ല ബലത്തോടെ ഉറപ്പിച്ചിരുന്നെങ്കിൽ ഇത്തവണ വളരെ നിസ്സാരമായ രീതിയിൽ കുഴിയെടുത്ത് ഈ പൈപ്പ് തൂണുകൾ ഉറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് നാഷണൽ ഹൈവേ വിഭാഗം വളരെ നിരുത്തരവാദമായ രീതിയിൽ ക്രാഷ് ബാരിയർ സ്ഥാപിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ക്രാഷ് ബാരിയർ തകരാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് അടിയന്തരമായി ഇതിന്മേലുള്ള അന്വേഷണം നടത്തണം, ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം. മറ്റൊരു കാര്യം, സമാന്തര പാത നിർമ്മിച്ചിരുന്നല്ലോ, അത് കുറേ വർഷമായിട്ട് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഈ സമാന്തരപാത ഇവിടെ മുമ്പുണ്ടായ തുടർച്ചയായ അപകടത്തെ തുടർന്നാണ് സമാന്തരപാത നിർമ്മിച്ചത്. പക്ഷേ കാര്യമായ യാതൊരു പ്രയോജനവുമില്ല. ഇതിനേക്കാൾ വലിയ അപകടവും വളവുകളും മറ്റുമാണ് ഈ സമാന്തരപാത ഉണ്ടായത്. കഴിഞ്ഞ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തോ മലയിടിച്ചിലുണ്ടായപ്പോൾ ഈ സമാന്തരപാത പൂർണ്ണമായി തകരുകയാണ് ഉണ്ടായത്. അത് മാത്രമല്ല PWD വൺ ടൈം എന്നുള്ള നിലയിലാണ് PWD ആ റോഡ് നിർമ്മിച്ചത്. പിന്നീട് അത് മെയിൻ്റനൻസ് നടത്താനോ മറ്റോ ഒന്നും അവർ ശ്രമിച്ചില്ല. അവർ ശരിക്കും PWD ഡിപ്പാർട്ട്മെൻറ്റ് ആ റോഡ് ശരിക്കും ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലല്ല, ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലാണ് എന്ന് പറഞ്ഞ് അവർ ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ആ റോഡ് എന്ന് പറയുന്നത് ഒരു ഗതാഗത യോഗ്യമാക്കാൻ പറ്റുന്ന റോഡല്ല. ഈ റോഡ് അടിയന്തരമായി ഇപ്പോൾ നാഷണൽ ഹൈവേ റോഡ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന നിലയിൽ ഈ എരുമേലി ഈ കണമല റീച്ചാണ് ആദ്യമായിട്ട് ഇത് വീതി കൂട്ടി പൂർണ്ണമായി പണിയണം. അതല്ലെങ്കിൽ ഇതൊരു തുരങ്കപാത നിർമ്മിക്കുകയാണെങ്കിൽ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാവും. ശബരിമല തീർത്ഥാടകർക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ പോകാൻ പറ്റുന്ന ഈ റോഡ് അടിയന്തരമായി ഈ 2 മാർഗങ്ങൾ കൂടി ഏതെങ്കിലും സ്വീകരിച്ച് പുനഃസ്ഥാപിക്കുകയാണ് വേണ്ടത്. സമാന്തരപാതയുടെ കാര്യം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? ഇല്ല, അത് പലതവണ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. അവർ ആ റോഡ് പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവർ രേഖാപനം കത്ത് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള റോഡാണ് നമ്മുടെ ഈ കണമല റോഡ്. നമുക്കറിയാം, ഇവിടെ അശാസ്ത്രീയമായിട്ടുള്ള ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം, വെറുതെ 2 കല്ല് മാത്രം ഒരു താങ്ങായിട്ട് വെച്ചുകൊണ്ട് ഈ ക്രാഷ് ബാരിയർ നിർമ്മിച്ചിട്ടുള്ളത്. അത് തൊട്ടുടനെ കൈക്ക് പിടിച്ച് വലിച്ചാൽ പോലും താഴെ പോകുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കോൺട്രാക്ടർക്കെതിരെ തന്നെ ശരിക്കും നിയമപരമായിട്ടുള്ള നടപടികൾ സർക്കാർ എടുക്കേണ്ടതാണ്. കൂടാതെ സമാന്തരമായിട്ടൊരു പാത നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ആ പാത ഇതുവരെ അയ്യപ്പന്മാർക്ക് തുറന്നു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ആ റോഡ് പണിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സീസണിൽ നമുക്കിവിടെ ഒരു പോലീസ് സംവിധാനം ഇവിടെ അത്യാവശ്യമാണ്. സീസണിൽ മാത്രമാണ് ചെയ്യാറുള്ളത്. അല്ലാത്ത സമയങ്ങളിലൊന്നും ഈ 1-ാം തീയതി നട തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് 7 ദിവസം നട തുറന്നു വെക്കും. ആ സമയത്ത് അയ്യപ്പന്മാരെല്ലാം ഇതിൽ വ്യാപകമായിട്ട് പോകുന്നതാണ്. പക്ഷേ ആ സമയത്തൊന്നും ഇവിടെ ഒരു ഹെഡ് പോസ്റ്റ് സംവിധാനമോ ഒന്നും ഇവിടെ ഇല്ല. ഇത് വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ സംഘടനയുടെയൊക്കെ ആവശ്യം. എന്തായാലും ഇനിയെങ്കിലും ഈ രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സർക്കാർ കണ്ണു തുറക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു അപകടം നടന്നപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആരൊക്കെ എന്തൊക്കെ വന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ട് പോവുകയോ ഇതൊന്നും ഇതിന് ശാശ്വതമായ പരിഹാരമല്ല. തീർച്ചയായിട്ടും ഇതാണ്ട് ഈ കടന്നു വന്നിരിക്കുന്ന ഈ വാഹനം മറിഞ്ഞെടുത്ത് കൂട്ടിയുള്ള ഈ 2 വളവുകൾ അശാസ്ത്രീയമാണ്. ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് ഈ റോഡിൻ്റെ ഘടന ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കണമല പാലത്തേലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൻ്റെ ഒരു രൂപരേഖയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് കുറേ കാലങ്ങളായി. ഇതിങ്ങനെ പത്രങ്ങളിൽ കൂടി വരുന്നതല്ലാതെ കൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവിടെ ഈ വളവുകൾ ഒഴിവാക്കി ഈ റോഡിൻ്റെ നിർമ്മാണമാണ് ഇതിന് ശാശ്വതമായ പരിഹാരം. വീതി കൂട്ടി ഇത് സ്ട്രെയിറ്റ് ആക്കണം. ഈ റോഡ് ഈ 2 വളവുകൾ ഒഴിവാക്കണം. അതല്ലാതെ ഇവിടെ ക്രാഷ് ബാരിയർ ഇതൊക്കെ സംഭവങ്ങളൊക്കെ ചെറിയ തടയുന്നേ ഉള്ളൂ. അതൊന്നും ഇവിടെ താങ്ങി നിർത്താനുള്ള ശേഷിയില്ല. കാരണം കർണാടക, തമിഴ്നാട് അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന വണ്ടികളെ സംബന്ധിച്ചുള്ള അവർ സ്ട്രെയിറ്റ് റോഡുകളിൽ നിന്ന് വന്നിട്ട് ഇവിടുത്തെ ഈ വളവുകളൊക്കെ കാണുമ്പോൾ അവർ പെട്ടെന്ന് കയറി ചവിട്ടും. ആ സമയത്ത് അത് നിയന്ത്രിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഈ റോഡിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തുക മാത്രമാണ് ഇവിടുത്തെ ശാശ്വതമായ പരിഹാരം. അധികാരികൾക്ക് ഇത് ബാധകമല്ല.
ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഇത് ബാധല്ല. 12 മാസം ഇവിടെ അപകടം നടക്കുകയാണ്. എല്ലാ മാസവും നടക്കുകയാണ്. അപ്പം അത് മരണമില്ലാത്ത അപകടങ്ങളുമില്ല. എന്താണെന്ന് അറിയത്തില്ല. ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഈ റോഡിൻ്റെ അവസ്ഥ അറിയാം, ഇവിടുത്തെ തിരക്കറിയാം, അതനുസരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളവർക്ക് ആധികാരികമായിട്ട് അറിയാം. പക്ഷേ ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. ഇത് നിത്യം ഇങ്ങനെ ആൾ മരിക്കുന്നു, അപകടം ഉണ്ടാകുന്നു, ഒരാൾ കൂടുന്നു, വാർത്തയാവുന്നു, പരിപാടി തീർന്നു. അപ്പം എന്തുകൊണ്ട് ഇത് ശാശ്വതമായിട്ട് പരിഹരിക്കാം എന്നുള്ള ആലോചിക്കുകയും ചെയ്യുകയും ചെയ്യുന്നില്ല. ഇത്രയും നമ്മുടെ ടെക്നോളജി വളർന്നിട്ടുള്ളതെന്ന് ഓർക്കണം. അത് നിസ്സാര സംഭവമല്ല. ജനലക്ഷങ്ങൾ വന്ന് പോകുന്ന സ്ഥലമാണ്. അപ്പം ആരോടാ ഇത് പറയുന്നേ? ഒരു 1 ലക്ഷം രൂപ അനുവദിച്ച പ്രോജക്റ്റിന് 10,000 പോലും ആ പദ്ധതിക്ക് നടപ്പിലാകുന്നില്ല. ബാക്കി ആവിയായി പോവാം. 10,000 രൂപ പോലും അനുവദിച്ച് 1 ലക്ഷം എന്ന് വെച്ചാൽ 10,000 പോലും അത് ഫലത്തിലാവുന്നില്ല. ഇതാണ് അവസ്ഥ. അതിൻ്റെ ബാക്കി പത്രമായി കാണുന്നത്. ഇതിങ്ങനെ പോകുന്നു ഇടന്നു യാതൊരു വിഷയമില്ല. ഒരു വാർത്ത ഇനി നാളെ ഇതിനേക്കാൾ വലുതുണ്ടാവുന്നു. ഇങ്ങനെ പോവുക. ആരോട് പറയാനാ? തമ്പുരാനോട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ, സൽബുദ്ധി ഉണ്ടാവട്ടെ എന്ന്. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? വല്ലാത്ത അവസ്ഥ തന്നെയാണ്. ഉത്തരവാദിത്തപ്പെട്ടവരുടെ നിസ്സംഗത. ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എങ്ങനെ പരിഹരിക്കണം എന്നുള്ള ആലോചിച്ച് പരിഹരിക്കണമല്ലോ. അല്ലാതെ എന്ത് കാര്യം ഇരിക്കുന്നു? അല്ലാതെ തുറന്നിട്ട് കാര്യമുണ്ടോ? ആദ്യ വർഷം നടന്ന അപകടം തൊട്ട് ഇപ്പോൾ നടന്ന അപകടം വരെ എല്ലാ അപകടത്തിലും ഞാനിവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ആളിനെ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ വണ്ടി ഇടിച്ച് മറിയുമ്പോൾ അവിടെ റബ്ബറിൽ ഇടിച്ചിട്ട് ഡ്രൈവർ മരിക്കുന്നത്. പിന്നെ നടന്ന എല്ലാ അപകടങ്ങൾക്കും 2-3 പേര് വീതം മരിക്കുന്നുണ്ട്. ഒരു അപകടത്തിന് 12 പേര് മരിച്ചു. ഈ കഴിഞ്ഞ മാസത്തെ അപകടത്തിൽ ഒരാൾ മരിച്ചു. അത് ആഞ്ഞിലി ആ 2 റബ്ബർ, ഞാൻ അതിൻ്റെ പടം നിങ്ങൾ പ്രത്യേകം എടുക്കണം, അത് തൊലി പോയിട്ടുണ്ട്. ആഞ്ഞിലി 2 റബ്ബർ ഉള്ളതുകൊണ്ട് മാത്രമാണ് വണ്ടി താഴോട്ട് പോകാതെ അവിടെ നിന്നിരിക്കുന്നത്. ഈ ക്രാഷ് ബാർ എന്ന് പറഞ്ഞാൽ ഈ സാധനം അവിടെ ഇട്ടിരിക്കുന്നതെല്ലാം ചുമ്മാ മണ്ണ് കുഴിച്ചിട്ട് അതിനകത്തോട്ട് കാല് നാട്ടി ചുമ്മാ അത് നട്ടുബോൾട്ട് ചെയ്ത് പോയിരിക്കുക. ആ സാധനം 2 അടി താഴ്ചയിൽ 3 അടി താഴ്ചയിൽ 2 പാക്കറ്റ് സിമെൻറ്റിന് കോൺക്രീറ്റ് ചെയ്ത് ഉറച്ചു കഴിഞ്ഞ് വേണം ബോൾട്ട് ചെയ്യാൻ. ഇതിന് മുന്നേ ഈ മേളിൽ ഈ മണൽച്ചാക്കൊക്കെ നിറച്ചൊരു വാഹനം ഉണ്ടായിരുന്നു. അന്ന് ലോറിയിൽ മണൽ നിറച്ചിട്ട് അതിന് മണ്ട പടതായിട്ട് വന്ന് ആണ് ആ വണ്ടി ഇടിച്ച് മറിയുന്നത്. അന്ന് അതിനകത്തുനിന്ന് ആളിനെ എടുത്താണ് എൻ്റെ 2 വിരലും എൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടത്തിൽ ആളിനെ ഞങ്ങൾ എടുക്കുന്നത്. വേറെ ലൈറ്റൊന്നുമില്ല. അവിടെ വന്ന് എടുക്കുന്ന അപ്പോൾ ഞങ്ങൾ പടുത വലിച്ച് ഞങ്ങൾ 3-4 പേര് പടുത വലിച്ച് പൊക്കി കഴിയുമ്പോൾ അതിനകത്ത് ഈ മണൽ നോക്കി കയറി ആൾ മരിക്കുന്നത്. മറ്റാൾക്ക് വേറെ ഒടിഞ്ഞും ഒന്നുമില്ല. ആൾ മരിച്ചേ ഈ മണൽ മൂക്കിനകത്ത് ശ്വാസകോശത്തിലും കയറിയ. ഇത് എൻ്റെ കൂട്ടുകാരൻ്റെ ഷാജി എന്ന് പറയും. ഷാജി കൈന്നൂർ പറഞ്ഞ പുള്ളിയുടെ സ്ഥലമാണ്. നിരന്തരമായിട്ട് ഇങ്ങനെ അപകടം മാസം ഉണ്ടാകും. കഴിഞ്ഞ മാസം ഉണ്ടായത് നിങ്ങൾക്ക് അതിൽ ആ മരത്തെ കാണാം. ആ 3 മരത്തിൻ്റെ അതെല്ലാം തൊലി ആടുപോയിട്ടുണ്ട്. ആ മരത്തിൽ അതിൻ്റെ ആ മരം ഉള്ളതുകൊണ്ട് മാത്രമാണ് അവിടെ നിന്നിരിക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതുകൊണ്ട് ഇത് പഴയതാണ്. ഇത് സ്ട്രോങ് ആണ് കുറച്ചുകൂടെ. അതായത് ഇതിലിടിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്ത് റോഡിലേക്ക് ഇത് മറിക്കും. മറ്റേത് അങ്ങനെയല്ല. അത് ചുമ്മാ മണ്ണിൽ കാപ്പക്കിഴങ്ങ് വെച്ച പോലെ താത്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഊരി അങ്ങ് പോകും. തട്ടുമ്പോഴേ പോകും. അതാണ് അതിൻ്റെ പ്രശ്നം. അത് അവരോട് ചോദിച്ചു കഴിയുമ്പോൾ അവരെന്നെ പറയുന്നറിയോ, വൈബ്രേറ്റ് ചുമ്മാ മണ്ണിൽ വെച്ചാൽ ഇത് വൈബ്രേറ്റ് ചെയ്യുള്ളൂ. അത് അല്ല അതിൻ്റെ ശരി. ഇത്തരത്തിൽ നിരന്തരമായ അപകടങ്ങൾ സംഭവിക്കുന്ന സ്ഥലമാണ് കണമല അട്ടിവളവ്. ഇന്ന് രാവിലെയും വലിയ ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തുന്നത്. നാട്ടുകാർ തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. വാഹനത്തിനുള്ളിൽ അടിയിൽപ്പെട്ടവരെയൊക്കെ വലിയ ശ്രമകരമായാണ് രക്ഷപ്പെടുത്തി പുറത്തെത്തിക്കുന്നത്. അതിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയും മറ്റു നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കണമല അട്ടിവളവിൻ്റെ അശാസ്ത്രീയമായി ഇപ്പോൾ ഈ ക്രാഷ് ബാരിയർ, അടുത്ത കാലത്ത് സ്ഥാപിച്ച ക്രാഷ് ബാരിയർ പോലും ബലപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ശബരിമല തീർത്ഥാടകരുടെ സുരക്ഷ ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്ത് മാത്രമല്ല അല്ലാത്ത സമയങ്ങളിലും നിരവധി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഉൾപ്പെടെ കടന്നു പോകുന്ന പാതയിൽ വേണ്ടത്ര സുരക്ഷാ മാർഗങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, കോട്ടയം.